اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദരിക വമിഖ്ദാരിക്കൽ അളീം. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ വഴിയിലേക്ക് പ്രവേശിച്ച ഒരാൾ, ഓരോ വ്യക്തിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഹഖീഖത്ത് തീരുമാനിച്ചിട്ടുണ്ട്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് താൻ ഏത് മുറബ്ബിയിൽ നിന്നാണോ ബൈഅത്ത് ചെയ്തത് ആ മുറബ്ബിയുടെ ഹഖീഖത്തിലേക്ക്, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു മുരീദ് പൂർണ്ണമായി എത്തുമെന്നുള്ളതാണ്. ഷെയ്ഖിനെ തിരിയുക, ഷെയ്ഖിനെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പരിധി വരെ ഒരു മുരീദിന്, യഥാർത്ഥ മുരീദിന് സാധിക്കും. എന്നാൽ എല്ലാ മുരീദന്മാരും ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് അത് വളരെ കുറവാണ്. ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരു മുരീദ് ഷെയ്ഖിൻ്റെ ഭാഗത്തുനിന്ന് ആഗ്രഹിക്കേണ്ടതും കൊതിക്കേണ്ടതും പൂർണ്ണമായ സംതൃപ്തിയാണ്. ഷെയ്ഖ് പൂർണ്ണമായി എന്നെ ഇഷ്ടപ്പെടുക, എന്നെ ഒരു മുരീദായി അംഗീകരിക്കുക എന്നുള്ളതിനെയാണ് ഒരു മുരീദ് ആഗ്രഹിക്കേണ്ടത്. മറിച്ച് ഒരു മുറബ്ബി എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് ഒരു മുരീദിനെ എത്തിക്കുക എന്നാണല്ലോ ഒരു മുറബ്ബിയുടെ ലക്ഷ്യം. അതാണല്ലോ. അത് എല്ലാവർക്കും പൂർണ്ണമായി ലഭിക്കുക എന്നുള്ളത് വളരെ കുറവാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളൊക്കെ ആ വിഷയം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ലോകത്തുള്ള പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഒരു മുറബ്ബിയെ ബൈഅത്ത് ചെയ്ത ഏതൊരാൾക്കും ആ ഒരു പൂർണ്ണമായ ഹഖീഖത്തിൻ്റെ തലത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുറബ്ബി എന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ അള്ളാഹിൻ്റെ റസൂലിനെ തന്നെ പൂർണ്ണമായി തിരിഞ്ഞ ആരാ ലോകത്തുള്ളത്? ഒരാളുമില്ല. അല്ലാഹു തആലാക്കല്ലാതെ റസൂലുള്ളാഹിൻ്റെ ഹഖീഖത്തിനെ പൂർണ്ണമായി അറിയില്ല എന്നാണ്. അല്ലാഹു തആലാക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഓരോ ആളുകളും അവരെ ഹൃദയത്തിൻ്റെ പാകതക്കനുസരിച്ച് മാത്രമേ മുറബ്ബിയെ മനസ്സിലാക്കുള്ളൂ, അള്ളാഹുവിനെയും മനസ്സിലാക്കുള്ളൂ. ഇപ്പോൾ ഏതൊരു കാര്യത്തിനെയും അള്ളാഹിൻ്റെ റസൂല് ഏൽപ്പിച്ചിരുന്നത് അധികവും സിദ്ദീഖ് തങ്ങളെയാണ്. കൂടെ നടക്കാനും ഏതൊരു വിഷയം മുഷാവറ ചെയ്യാനൊക്കെ സിദ്ദീഖ് തങ്ങളെയാണ് അള്ളാഹിൻ്റെ റസൂല് കണ്ടിരുന്നത്. അത് സ്വഹാബികൾക്കിടയിൽ ഒരു സംസാര വിഷയമായപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞൊരു പ്രയോഗം എന്താണ്? സിദ്ദീഖ് തങ്ങൾക്ക് വലാ സ്വലാത്തിൻ വലാ സുയാമിൻ, ഒരുപാട് നിസ്കാരങ്ങളോ ഒരുപാട് നോമ്പുകളോ ആർക്കില്ല, സിദ്ദീഖ് തങ്ങൾക്കില്ല. പക്ഷേ വലാക്കിൻ ബി സിദ്ദിൻ ഫി സുദ്രിഹി, സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിൽ ഒരു രഹസ്യമുണ്ട്. അത് ഹിയ മഅരിഫത്തുല്ലാഹ്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതാണ് മറ്റുള്ള സ്വഹാബത്തിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ വേർതിരിക്കുന്നത് എന്ന് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം മറ്റുള്ള പല സ്വഹാബത്തിനും അറിഞ്ഞിട്ടില്ല എന്നല്ല എന്ന് മനസ്സിലാകുന്നത്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ, ഞാൻ വിജ്ഞാനത്തിൻ്റെ തോട്ടമാണെങ്കിൽ, അസ്റാറിൻ്റെ ഒരു തോട്ടമാണെങ്കിൽ അതിലേക്കുള്ള കവാടം അലിയാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അലിയാര് തങ്ങൾ എന്ന് പറയുന്ന കവാടത്തിലൂടെ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അസ്റാറിൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് കഴിയുള്ളൂ. ആ അലിയാര് തങ്ങൾ അനുഭവിച്ച ആ മാധുര്യത്തിൻ്റെ അനുഭവം പൂർണ്ണമായി മറ്റു സ്വഹാബത്തിൽപ്പെട്ട പല ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഖുലഫാ ഉർ റാഷിദീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ 4 ആളുകളും കുത്തുബീങ്ങളായിരുന്നു. സിദ്ദീഖ് തങ്ങളാവട്ടെ
ഉമർ തങ്ങളാവട്ടെ, ഉസ്മാൻ തങ്ങളാവട്ടെ, അലിയാർ തങ്ങളാവട്ടെ, ആ 4 ആളുകളും അനുഭവിച്ച ആ ഒരു പരമാനന്ദത്തിലേക്ക് മറ്റു പല സ്വഹാബികളും എന്ത് ചെയ്തിട്ടില്ല, എത്തിയിട്ടില്ല. എല്ലാവരും മുറബ്ബി ആരെന്നെയാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അവരൊക്കെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിവില്ലായിട്ടാ? അല്ല. ഓരോ ആളുകൾക്കും വ്യക്തിപരമായൊരു ഹഖീഖത്തുണ്ട്. അതേ ഒരു വ്യക്തി അനുഭവിക്കുള്ളൂ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം അവിടുത്തെ സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? വലിയുല്ലാഹി റൈഹാനുല്ലാഹി തആല ഫി അർളിഹി. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയുന്നത് ഭൂമി ലോകത്തെ റൈഹാൻ പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ആ പുഷ്പത്തിൽ നിന്ന് ഒരു ഗന്ധം നിങ്ങളെ എന്തിലേക്കും ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യും? അടിച്ചു വീശും. അതിലൂടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണണമെന്നും അള്ളാഹുവിനെ അറിയണമെന്നുമുള്ളതായ ഒരു ഷൗക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വരും. അങ്ങനെ ഓരോ ആളുകൾക്കും അവരനുസരിച്ച ആനന്ദത്തിൻ്റെ ഖദറനുസരിച്ചിട്ട് അവർക്ക് അള്ളാഹു താലാനെ പ്രാപിക്കാനും അതിനെ അള്ളാഹുവിലേക്ക് ഫന ആകാനും പിന്നീട് ബഖായിലേക്ക് എത്താനും കഴിയുമെന്ന് ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം പറയുന്നുണ്ട്. ഇന്ന് ലോകത്തുള്ള ഒരു മിഥ്യാധാരണ അതാണ്. പല ആളുകളും നിങ്ങളാ ഫനായിൻ്റെ പൂർണ്ണമായ അവസ്ഥയിലേക്ക് എത്തൂല, അല്ലെങ്കിൽ ആ ജമ്മുൽ എന്ന് പറയുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയില്ല. എല്ലാവരും ആഗ്രഹിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹു താല എല്ലാം എത്തിക്കും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പല ആളുകൾക്കും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, എത്താൻ കഴിയുന്നില്ല, അത് മനസ്സിലാകണില്ല. അപ്പോൾ എനിക്കൊരു ഹഖീഖത്ത് ഉവൈസിയത്തുണ്ട്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ ആരെത്തിക്കൊള്ളൂ? ഒരു മുറബ്ബി എത്തിക്കൊള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന പാകപ്പെട്ട ഹൃദയമാകണ്ടേ? എല്ലാവരുടെ ഹൃദയവും അങ്ങനെ തന്നെയാണോ? ഇപ്പം നുജബായിൻ്റെ ഹൃദയമല്ല നുഖബായിനിക്ക്. അതിനേക്കാൾ ഒന്നുകൂടിയും എന്തുണ്ട്? ഒന്നുകൂടി പവറുള്ള ഹൃദയമാണ് നുഖബായിൻ്റെ. ആ നുഖബായിനേക്കാളും ഒന്നും കൂടി പവറുണ്ട് അബ്ദാലിൻ്റെ. അബ്ദാലിനേക്കാൾ ഒന്നും കൂടി പവറുണ്ട് ഔത്താദിൻ്റെ. അതിനേക്കാൾ പദവിയുണ്ട് അഖ്താബിനുക്കും ഗൗസിനുക്കും അതുപോലെ ഗൗസു സമാനിനുക്കൊക്കെ. അപ്പം എല്ലാവർക്കും അള്ളാഹു താലാനെ ഒരേ രൂപത്തിൽ പ്രാപിക്കാൻ കഴിയുക, ഒരു ഷെയ്ഖിൻ്റെ എല്ലാ മുരീദന്മാർക്കും ഒരേ തലത്തിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് സാധ്യമല്ല. എല്ലാവർക്കും എത്താൻ കഴിയില്ല. ഓരോ ആളുകളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു പാകതക്കനുസരിച്ചിട്ട് മാത്രമേ എത്തുള്ളൂ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പോലും നമ്മുടെ മുമ്പിൽ വലിയ പാടാണ്. സിദ്ദീഖ് തങ്ങൾ എത്തിയ മക്കാമിലേക്ക് പല ആളുകൾക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 4 ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട അവരുടെ മക്കാമിലേക്ക് മറ്റുള്ള പല ആളുകൾക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. അബൂ ഹുറൈറ തങ്ങളുടെ മക്കാമിലേക്ക് മറ്റു ചില സ്വഹാബികൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉന്നതനായ ആരിഫായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെത്തിയ മക്കാമിലേക്ക് പല ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? മഅരിഫത്ത് നിലക്കെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ഓരോ ആളുകളുടെ ഹൃദയബോധ്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നില്ല, തിൽക്കർ റുസുലു ഫല്ലൽനാ ബഅദഹും അലാ ബഅദ്. അല്ലേ? പ്രവാചകന്മാരിൽ മുർസലീങ്ങളിൽ തന്നെ ചില ആളുകളേക്കാൾ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്? പോരിശയാക്കിയിട്ടുണ്ട്. പ്രവാചകന്മാരെക്കാൾ വലിയ പദവി മുർസലീങ്ങൾക്ക് നൽകി. മുർസലീങ്ങളെക്കാൾ വലിയ പദവി ഉലുൽ അസ്മിന് നൽകി. ഉലുൽ അസ്മിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് ഉലുൽ ഇസ്തിഫ എന്ന് പറയുന്ന ഉന്നതമായ മഖാമ് നൽകി. അപ്പോൾ എല്ലാ ആളുകൾക്കും അള്ളാഹു തആല ഒരേ പദവി കൊടുക്കൂല. നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിന്നായം പോലെ കാണുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വലിയ മഖാമിലേക്ക് എത്തി, നമ്മൾ മാത്രമാണ് ആ ഫനായിൻ്റെ മഖാമിലേക്ക് എത്തിയത്. ഇവിടേക്ക് എന്ത് ചെയ്തിട്ടില്ല? പല ആളുകളും എത്തിയിട്ടില്ല എന്ന ധാരണ നമ്മൾ മാറ്റുക. ഒരു യഥാർത്ഥ സൂഫി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പാകപ്പെടുന്ന ഹൃദയം ഒരു സൂഫിക്ക് ഉണ്ടാകണം. അല്ലാതെ എനിക്ക് മാത്രമാണ് എല്ലാം തിരിഞ്ഞത്, എൻ്റെതിൽ മാത്രമാണ് എല്ലാം ഉള്ളത്, മറ്റുള്ളതിലൊന്നും ഒന്നുമില്ല എന്ന തോന്നൽ അത് അവനെ പിന്നോട്ടടിക്കും. ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ പിന്നോട്ടടിക്കുന്നത് അവനറിയില്ല. ഓൻ ആ ഒരു കിട്ടിയ വെളിച്ചത്തിൻ്റെ പിന്നാലെ പോയിട്ട് അവന് വിചാരിക്കും ഞാൻ എപ്പോഴും ആ മക്കാമിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന്. മനസ്സിലാണ്ടോ? അതിൻ്റെ ഇടയിൽ നഫ്സിൻ്റെ കളി വന്ന് ശൈത്താൻ്റെ കളി വന്ന് എത്രയോ പിറകോട്ടവൻ പോയിട്ടുണ്ടാവും. അപ്പോൾ യഥാർത്ഥ സൂഫി എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്നേഹിക്കാനുമുള്ള ഹൃദയശുദ്ധി അവനക്ക് ഉണ്ടാകുമ്പോഴേ സൂഫി എന്ന് പറയുന്നതിലേക്ക് എത്തുള്ളൂ. ചിലപ്പോൾ നമ്മളെ കൽബിൽ ചില ആളുകളോട് നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നാം,
ചില ആളുകൾ പ്രത്യേകമായ ഹുബ്ബ് തോന്നാം. പക്ഷെ അങ്ങനെ പോരാ. എല്ലാവരെയും ഒരേ രൂപത്തിൽ കാണുന്നൊരവസ്ഥയിലേക്ക് ഒരു സൂഫി എത്തുമ്പോഴേ സൂഫിയാകുള്ളൂ. അല്ലാതെ കടലാസിലൊരു സൂഫി വര്യൻ എന്ന് എഴുതിയിട്ടോ, അല്ലെങ്കിൽ പേരിൻ്റെ കൂടെ ഒരു സൂഫി എന്ന് എഴുതിയിട്ടോ, അല്ലെങ്കിൽ പറച്ചിലൊരു സൂഫി എന്ന് പറഞ്ഞിട്ടോ അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ യാഥാർത്ഥ്യമായിക്കൊള്ളുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. അള്ളാഹു തആല പൂർണ്ണമായി അത് അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് നൽകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.